നമസ്കാരം. പാകിസ്ഥാനിൽ പട്ടാള അട്ടിമറി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രാജ്യം വിട്ടു, ലണ്ടനിൽ അഭയം പ്രാപിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. നിലവിലെ സൈനിക മേധാവി അസീം മുനീർ ഭരണം പിടിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ള നിർണായകമായ വാർത്തകളാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ മാസം 30-നാണ് അസീം മുനീറിന്റെ കാലാവധി അവസാനിക്കുന്നത്. 3 വർഷം നീണ്ട സൈനിക മേധാവി എന്ന കാലാവധി. അതിനു മുൻപ് തന്നെ പാകിസ്ഥാന്റെ 27-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ്, എല്ലാ സൈനിക മേധാവിമാരുടെയും തലവൻ എന്ന ഒരു പദവിയിലേക്ക്, വലിയ അധികാരങ്ങളുള്ള ഒരു പദവിയിലേക്ക് എത്താനുള്ള ശ്രമമായിരുന്നു അസീം മുനീർ നടത്തിയത്. ഇതിനോട് അനുകൂലമായ നിലപാടായിരുന്നില്ല ഷഹബാസ് ഷെരീഫ് സ്വീകരിച്ചത്. ആദ്യഘട്ടത്തിൽ ഭരണഘടനാ ഭേദഗതി നടപ്പാക്കിയെങ്കിലും ഇത് സംബന്ധിച്ച അന്തിമ ഉത്തരവിൽ ഷഹബാസ് ഷെരീഫ് ഒപ്പിടണം. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്ന സ്വന്തം രാജ്യം വിട്ട് ഷഹബാസ് ഷെരീഫ് ലണ്ടനിലേക്ക് ചേക്കേറിയത് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഈ ഫൈനൽ ഉത്തരവിൽ ഷഹബാസ് ഷെരീഫ് ഒപ്പിടാത്തിടത്തോളം കാലം CDF എന്ന ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന ആ ഒരു പ്രത്യേക പദവിയിലേക്ക് അസീം മുനീറിന് എത്തിച്ചേരാൻ കഴിയില്ല. അതേസമയം അസീം മുനീറിന്റെ പിന്നിലാണ് പാകിസ്ഥാൻ സൈന്യമുള്ളത്. നമുക്കറിയാം, പർവേസ് മുഷാറഫിനെ പോലെ സൈനിക മേധാവിയായിരുന്നു പിന്നീട് രാഷ്ട്രീയ അട്ടിമറിയിലൂടെ പാകിസ്ഥാന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ നിരവധി പേർ പാകിസ്ഥാന്റെ ചരിത്രത്തിലുണ്ട്. ഇപ്പോൾ ഇതാ മറ്റൊരു പർവേസ് മുഷാറഫ് ആവാൻ അസീം മുനീർ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. പട്ടാളത്തെ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ഭരണം പിടിക്കാനുള്ള എല്ലാ നീക്കവും അസീം മുനീർ ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇമ്രാൻ ഖാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇമ്രാൻ ഖാന്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇനിയും പാകിസ്ഥാനിൽ തിരിച്ചെത്തിയാൽ, പാകിസ്ഥാനിൽ തുടർന്നാൽ തനിക്കും ഇമ്രാൻ ഖാന്റെ ഗതി വരുമെന്ന് തന്നെ ഷഹബാസ് ഷെരീഫിന് വ്യക്തമായി അറിയാം. അസീം മുനീറിനെ പോലെ ഏറ്റവും ക്രൂരനായ ഒരു സൈനിക മേധാവി അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് ഷഹബാസ് ഷെരീഫിന് അറിയാം. അതുകൊണ്ട് തന്നെ അസീം മുനീറിന് ഈ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന സ്ഥാനം ലഭിച്ചു കഴിഞ്ഞാൽ, ഡിഫൻസ് ഫോഴ്സിന്റെ തലവൻ എന്ന ആ ഒരു പദവി ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം കൽത്തുറങ്കലിൽ അടയ്ക്കുക നിലവിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ ആയിരിക്കും. അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഷെരീഫ് ഇപ്പോൾ പാകിസ്ഥാൻ വിട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഏതൊരു പാകിസ്ഥാനിയേക്കാൾ ക്രൂരനും അതുപോലെ തന്നെ ഇന്ത്യ വിരോധിയുമാണ് അസീം മുനീർ. അസീം മുനീറിന്റെ മാതാപിതാക്കൾ ഇന്ത്യക്കാരാണ്. അസീം മുനീറിന്റെ മാതാപിതാക്കൾ ഇന്ത്യയിൽ നിന്ന് 1947 വിഭജനത്തിന്റെ സമയത്ത് പാകിസ്ഥാനിലേക്ക് പോയതാണ്. ഒടുവിൽ 1968 റാവൽപിണ്ടിയിൽ അസീം മുനീറിന്റെ ജനനം. ജലന്ധറാണ് അസീം മുനീറിന്റെ മാതാപിതാക്കളുടെ ജനന കേന്ദ്രം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള ഒരു ബന്ധം അസീം മുനീറിനുണ്ട്. ഇത് അസീം മുനീറിന്റെ അധികാര ലബ്ധിക്ക് കുറേയൊക്കെ തടസ്സമായിരുന്നു. കാരണം ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള മാതാപിതാക്കൾക്ക് ജനിച്ച ഒരാളിന് പാകിസ്ഥാനിൽ കിട്ടുന്ന പരിഗണന മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ കുറവായിരിക്കും. ഇത്തരം ആളുകളെ, ഇവിടുന്ന് പോകുന്ന ആളുകളെ അത്രത്തോളം കാര്യമായി പാകിസ്ഥാനികൾ പരിഗണിക്കാറില്ല. ഒരു 2ാം കിട പൗരന്മാരായിട്ടാണ് പാകിസ്ഥാനികൾ പല ഘട്ടങ്ങളിൽ ഇന്ത്യൻ ഒറിജിനുള്ള ആളുകളെ പരിഗണിക്കുന്നത്. ഇത് പക്ഷേ അസീം മുനീറിന്റെ കാര്യത്തിൽ നടപ്പായില്ല. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് സൈനിക മേധാവി എന്ന പദവിയിലേക്ക് അസീം മുനീർ എത്തിയത്. അസീം മുനീർ പുറത്തെടുത്ത ഒരു ആയുധമായിരുന്നു ഇന്ത്യയോടുള്ള വെറുപ്പും ഇന്ത്യയോടുള്ള വിരോധവും. ഏറ്റവും വലിയ ഇന്ത്യ വിരോധിയായി, ഏറ്റവും വലിയ ഹിന്ദു വിരോധിയായി തന്നെ സ്വയം അവരോധിക്കുകയായിരുന്നു, തന്നെ സ്വയം അടയാളപ്പെടുത്തുകയായിരുന്നു അസീം മുനീർ ചെയ്തത്. ഇതിലൂടെ പാകിസ്ഥാന്റെ പൊതുസമൂഹത്തിന്റെയും പാകിസ്ഥാനിലെ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരുടെയും പ്രിയങ്കരനായി മാറാൻ അസീം മുനീറിന് കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യക്കെതിരെയുള്ള എല്ലാ സൈനിക നടപടികളിലെയും തലച്ചോറ് അസീം മുനീർ ആയിരുന്നു. ഇപ്പോൾ ഇതാ നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പോലും അസീം മുനീറിന്റെയും സൈന്യത്തിന്റെയും കരങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലായി ഇന്ത്യൻ അതിർത്തികളിൽ POKയിലും ഇന്ത്യൻ അതിർത്തിയിലുള്ള പാകിസ്ഥാനുള്ളിലും ലോഞ്ചിങ് പാഡുകൾ 72 എണ്ണമാണ് അവർ പുനർനിർമ്മിച്ചത്. ആ ലോഞ്ചിങ് പാഡുകളിൽ തീവ്രവാദികളെ കുത്തി നിറച്ചുകൊണ്ട് ഈ തണുപ്പ് കാലത്ത്, മഞ്ഞുകാലത്ത് ഇന്ത്യയിലേക്ക് കടത്തിവിട്ട് ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിയത്. ഇന്ത്യക്കെതിരെ പ്രകോപനത്തിന് ശ്രമിക്കുകയാണ് അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ സൈന്യം. അതായത് എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാക്കുക,
പാകിസ്ഥാനിലെ ജനങ്ങളുടെ ശ്രദ്ധ ഇന്ത്യ പാക് അതിർത്തിയിലേക്ക് മാറ്റുക, അതിനിടയിൽ ഒരു അട്ടിമറിയിലൂടെ പാകിസ്ഥാന്റെ ഭരണം പിടികൂടുക. ഇതാണ് ഇപ്പോൾ അസീം മുനീറിന്റെ ലക്ഷ്യം. ഇന്ത്യക്കെതിരെയുള്ള ആക്രമണം എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലെ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ ഒപ്പമുണ്ടാകും, ഒപ്പം നിൽക്കും. അവരെ കൂട്ടുപിടിച്ചുകൊണ്ട്, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പാകിസ്ഥാന്റെ ഭരണം പിടിച്ചെടുക്കുക, പാകിസ്ഥാന്റെ അധികാരം പിടിച്ചെടുക്കുക എന്നതാണ് അസീം മുനീർ ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇതിനെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ കാണുന്നത്. പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളും ഇന്ത്യ വളരെ ഗൗരവത്തോടെ കാണുന്നു. ഏതെങ്കിലും തരത്തിൽ അതിർത്തിയിൽ ഒരു പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ തുടങ്ങും. ഇന്ത്യൻ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ കൃത്യമായി തന്നെ പാകിസ്ഥാൻ തിരിച്ചടി കിട്ടും. അസീം മുനീർ എന്ന കൊടും കുറ്റവാളിയായിട്ടുള്ള, കൊടും ഭീകരനായിട്ടുള്ള സൈനിക മേധാവി പാകിസ്ഥാന്റെ അധികാരം പിടിക്കുമ്പോൾ ഇന്ത്യ വളരെ കരുതലോടുകൂടി തന്നെയാണ് അതിനെ നോക്കിക്കാണുന്നത്. നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും ഒക്കെ തന്നെ പാകിസ്ഥാന്റെ ഓരോ നീക്കങ്ങളെയും ഗൗരവത്തോടു കൂടി നോക്കുന്നു.